ഒരാൾ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നത് അയാളുടെ സാംസ്കാരികവും ചിന്താപരവും ബൗദ്ധികവുമായ ആ ഒരു നിലവാരത്തിലായിരിക്കും എപ്പോഴും. ഒരു വ്യക്തി, അത് രാഷ്ട്രീയ നേതാവാകട്ടെ, പൊതുപ്രവർത്തകനാകട്ടെ, സാധാരണക്കാരനാകട്ടെ, ആരുമാകട്ടെ, എതിർ കക്ഷിയിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സംവിധാനത്തെക്കുറിച്ച് പറയുന്നത് തീർച്ചയായിട്ടും പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി ആയിരിക്കണം എന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. പക്ഷേ ചിലപ്പോഴൊന്നും അത് സംഭവിക്കാറില്ല. മുൻ മന്ത്രി കൂടിയായ സജി ചെറിയാൻ പറയുന്നത് മയിൽക്കുറ്റിക്ക് പോലും പൈസ കൊടുത്തിട്ടാണ് UDF ജയിച്ചത് എന്ന രീതിയിൽ, ഡയറക്റ്റ് പറഞ്ഞില്ല, പക്ഷേ ആ രീതിയിൽ UDFൻ്റെ വിജയം പണം കൊടുത്ത് നേടിയതാണ് എന്ന ഒരു നറേറ്റീവ് ഉണ്ടാക്കാനാണ് സജി ചെറിയാൻ ശ്രമിക്കുന്നത്. ആലപ്പുഴയിലടക്കം വലിയ തിരിച്ചടി. സുധാകരൻ പിണങ്ങിപ്പോയി സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചു. ആലപ്പുഴയിലെ CPM നേരിടുന്നത്, അത് കുട്ടനാട് ഏരിയ കമ്മിറ്റി അടക്കം നേരിടുന്നത് വലിയ പ്രതിസന്ധി. സഖാക്കൾ ഓരോന്നായി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി സഖാക്കൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തിയാണ് സജി ചെറിയാൻ എന്നയാൾ. ഇദ്ദേഹം സാംസ്കാരിക മന്ത്രിയായിരുന്നപ്പോൾ യാതൊരു സംസ്കാരവുമില്ലാതെ പെരുമാറിയതും നമുക്കെല്ലാവർക്കും അറിയാം. ഭരണഘടനയെ അവഹേളിച്ചത്, അതുപോലെ തന്നെ കേരളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എടുത്ത നിലപാടുകൾ, യാതൊരു ലൈസൻസുമില്ലാതെ, നാവിനെല്ലില്ലാതെ എല്ലാവരെയും കുറ്റപ്പെടുത്തുകയും കടന്നാക്രമിക്കുകയും ചെയ്തു. എന്നിട്ടിപ്പോൾ UDF ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചപ്പോൾ അത് പണം കൊടുത്ത് വാങ്ങിയ ജയമാണ് എന്ന രീതിയിലാണ് സജി ചെറിയാനെ പോലെ ഉള്ള ഒരു വ്യക്തി പ്രതികരിച്ചത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അത് അയാളുടെ സാംസ്കാരിക ഗുണം അല്ലെങ്കിൽ സാംസ്കാരിക ദോഷം, അയാൾ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ അപജയം അല്ലെങ്കിൽ അധപ്പതനം, അയാൾ കൈയടക്കി വെച്ചിരിക്കുന്ന, അതായത് കാലാകാലങ്ങളായിട്ട് തനിക്ക് ഈ നാട്ടിൽ മന്ത്രിയായി തുടരാം, അല്ലെങ്കിൽ നാളെ മുഖ്യമന്ത്രിയാകാം, താൻ പിണറായിയുടെ ആളാണ്, തന്നെ തോൽപ്പിക്കാൻ ആരുമില്ല, താൻ ജയിക്കും, തൻ്റെ പാർട്ടിയും ജയിക്കും, ജനങ്ങൾ പൊട്ടന്മാരാണ്, അവർ വോട്ട് ചെയ്തുകൊള്ളും എന്നുള്ള ധാരണ. അതുപോലെ ഇവിടെ ഭരണം എന്ന് പറയുന്ന ഒരു സംവിധാനം, അതിനെ ഭരണമെന്ന് പറയാൻ പറ്റില്ല, ദുർഭരണം എന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഇതൊക്കെ തിരിച്ചടിയായപ്പോൾ, ജനം തിരിച്ചു ചോദിച്ചപ്പോൾ ഉത്തരമൊന്നുമില്ലാതെ പല നേതാക്കളും പലതരത്തിലുള്ള ന്യായീകരണങ്ങളാണ് നടത്തുന്നത്. സ്വരാജിൻ്റെ ന്യായീകരണം നമ്മൾ പറഞ്ഞില്ലേ, അനർഹമായ വിജയം, ഉദാസീന ഭാവത്തിലുള്ള രാഷ്ട്രീയവാദികളായ നാട്ടുകാർ എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഇയാൾ പറയുന്നത് പണം കൊടുത്ത് എല്ലാവർക്കും, വോട്ടർമാർക്കെല്ലാം ധാരാളം പൈസ കൊടുത്ത് വോട്ട് വാങ്ങിയാണ് UDF ജയിച്ചത് എന്ന്. അപ്പം ആ സാംസ്കാരിക നിലവാരം, സാംസ്കാരിക മന്ത്രിയായിരുന്ന വ്യക്തിയുടെ സാംസ്കാരിക നിലവാരം എത്രത്തോളമുണ്ട് എന്ന് അയാൾക്ക് ചിന്തിക്കാനുള്ള ശേഷിയില്ല. നാട്ടുകാർ ചിന്തിച്ചുകൊള്ളും. ഇനിയും ഇപ്പം ഒരു ദിവസം കൊണ്ടൊന്നും ലോകം അവസാനിക്കില്ലല്ലോ. ഇനിയും പലതും വരും, തെരഞ്ഞെടുപ്പ് വരും, രാഷ്ട്രീയമായ പല നീക്കങ്ങളും നടപടികളും ഒക്കെ തന്നെ വരും. അപ്പം സജി ചെറിയാനും കേരളത്തിലെ ജനങ്ങളും ആലപ്പുഴയിലെ ജനങ്ങളും സഖാക്കളുമൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും.